ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നും നമ്മൾ കീടനാശിനിയോ ജൈവവളമോ ഒക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കൃഷിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ ഇഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നാണ്. അത് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കിലോ അല്ലെങ്കിൽ അരിച്ചാക്കിലോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യാം എന്നതാണ്. അത് വളരെ പെട്ടെന്ന് കേട്ടോ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പച്ചക്കറികൾ കൃഷി ചെയ്യാം. നമുക്കൊന്നും കെമിക്കലില്ലാത്ത പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ നമുക്കുണ്ടാക്കാം. നമുക്ക് പുറത്തുനിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സാധാരണഗതിയിൽ പകൽ ഒരു 2 മണിക്കൂർ കിടക്കാറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. ഇപ്പം അത് ചുരുക്കി, അതുപോലെ അത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെയാക്കി. അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കണ്ടെന്നല്ല, പക്ഷെ നമ്മൾ 1 മണിക്കൂർ എന്നുള്ളത് ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചക്കറികളെ ഒന്ന് നോക്കുമോ, അതിനൊക്കെയുള്ള പന്തലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമോ, പയറിനൊക്കെ ആണെങ്കിലും പന്തലൊക്കെ ഇട്ട് കൊടുക്കുമോ, പച്ചമുളകിനൊക്കെ ആണെങ്കിൽ ഒന്ന് ചോടൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുമോ, വളമിട്ട് കൊടുക്കുമോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് എല്ലാം കായ്ച്ചും പൂത്ത് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത്, നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വിഷു കഴിഞ്ഞ ഉടനെ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് വിഷു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് നിന്ന് ഇഞ്ചി കൃഷി ചെയ്താൽ നമുക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം, ഇഞ്ചി കറി വെക്കാം, ഇഞ്ചി അച്ചാറിടാം. അതിനൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഇഞ്ചി പറിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് പുറത്തു പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് ഇഞ്ചി നടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് കേട്ടോ, നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടോ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്ഥലമില്ലെങ്കിലും വീടിൻ്റെ സൈഡുകളിൽ നമുക്ക് ചാക്കിലാക്കിയിട്ടായാലും ഒക്കെ നമുക്ക് വെക്കാൻ എളുപ്പമാട്ടോ. അപ്പം ഇതേ രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, കൃഷി ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കണം, മറക്കല്ലേ. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇഞ്ചി നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ മെയ് മാസം പകുതിയായി. ഇപ്പം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്താൽ നമുക്ക് ഓണത്തിന് നമ്മുടെ ഇഞ്ചിയിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് പുളിയിഞ്ചിയും ഇഞ്ചി അച്ചാറും ഇഞ്ചിക്കറിയും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിലോട്ട് കരികിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരികില ആദ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കരികിലയൊക്കെ എടുത്ത് കെട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇഴജന്തുക്കൾ ഒത്തിരി ഉള്ളത് കൊണ്ട് പേടിയാണ്. കരികില ഞാൻ എടുത്ത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മരം വെട്ടിയപ്പോൾ അതിൻ്റെ കരികില അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ആദ്യം നമുക്ക് കരികില ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് ഇഞ്ചി നടുന്നത്. ആ വിഷുവിൻ്റെ ഒരു മഴയത്ത്, ആ വിഷുവിന് പൊതുവെ ഒരു മഴയുണ്ടല്ലോ, ആ മഴ കഴിഞ്ഞ ഉടനെ ഇഞ്ചി നടാൻ തുടങ്ങും. അതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഏക്കർ സ്ഥലത്താണ് ഇഞ്ചി നടുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിന് മാത്രം, നമ്മുടെ അടുക്കള ആവശ്യത്തിന് മാത്രം. അപ്പോൾ നമുക്കിപ്പോൾ നട്ടാലും മതി. പിന്നെ നമ്മൾ നടുന്നതെന്ന് പറയുന്നത് ചാക്കിലാട്ടോ. ഞാൻ സിമെൻറ്റ് ചാക്കിലാണ്, ഗ്രോ ബാഗിലും നടാം, സിമെൻറ്റ് ചാക്കിലും നടാം. ഇത് ഞാൻ സിമെൻറ്റ് ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ഇതിലാദ്യം ഞാൻ കൃഷി ചെയ്തതായിരുന്നു കേട്ടോ ഈ ചാക്കിൽ. ഏതായാലും മതിയല്ലോ, ഏത് ചാക്കായാലും മതിയല്ലോ. കുറച്ച് കരികില കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കൊമ്പൊക്കെ ആയിപ്പോയി, കരികില വെട്ടിയ പാടെ അങ്ങനെ എടുത്തിട്ടതാട്ടോ. നമ്മൾ ആരോടും ചോദിക്കുകയും വേണ്ട, കടയിൽ പോയി മേടിക്കുകയും വേണ്ട. ഇഞ്ചി അച്ചാറൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് ഇഞ്ചിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നട്ടാൽ നല്ല രീതിയിൽ തന്നെ ഇഞ്ചി വളരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ കരികില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിക്കാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ, പിന്നെ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കരികില ഇട്ട് കൊടുക്കാം. ഞാനൊരു 3-4 ചാക്കോളമാണ് കേട്ടോ നടുന്നത്. ഒരു 3-4 ചാക്കോളം ഞാൻ ഇഞ്ചി നടുന്നുണ്ട്. ഇതാണ്ട് നല്ല അമർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ പുളി രസം മാറേണ്ടി ഒന്നും ആവശ്യമില്ല. നമ്മൾ മണ്ണ് നല്ല രീതിയിൽ തന്നെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം, ഈ കരികിലൊക്കെ ഒന്ന് മൂടുന്ന രീതിയിൽ തന്നെ. പിന്നീട് നമുക്ക് കുറച്ച് ജൈവ വളങ്ങളും, അത് വളർന്നു കഴിഞ്ഞിട്ടോ ഇഞ്ചി കുറച്ച് തണ്ടൊക്കെ ഇതാകുമ്പോഴത്തേക്ക് പിന്നീട് നമുക്കറിയാമല്ലോ അതിന് പൂവൊക്കെ ആയി. അപ്പോൾ നമ്മൾ കുറേശ്ശെ വളങ്ങൾ ചെയ്താൽ മതി. നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാം. പച്ച ഇല കിട്ടുവാണെങ്കിൽ നമ്മൾ ഇഞ്ചി നട്ടതിന് ശേഷം കൊന്നച്ചപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും പച്ച ഇലകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അതിങ്ങനെ ഇതായി പോകുന്ന ഇലകൾ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അതിലോട്ട് ഇങ്ങനെ അഴുതി ചേരുന്ന ഇലകൾ വേണം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെച്ച് കൊടുക്കാം. വേണ്ടോ ഇത് നോക്കിക്ക്.
ഇതാണ്ട് നമ്മൾ ഇഞ്ചി നടാൻ പോവാണ്. ഇതാണ്ട് കണ്ടോ മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ 2 പീസാണ്. പിന്നെ നന്നായിട്ട് വളരണം. നമുക്ക് 2 പീസാണ്. നമുക്കിനി ഇതിൻ്റെ പുറത്തോട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ചാണകപ്പൊടി ഇടാം. അപ്പോൾ നമ്മൾ 1 മാസമായി കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ഇല വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. ഓരോ മാസത്തിലും ഇതിന് ചെയ്യാവുന്ന വളങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്കത് ഒരു സഞ്ചിയിൽ നിന്നൊരു 3-4 കിലോ ഇഞ്ചെങ്കിലും നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ്ട് ഞാൻ ഇപ്പോൾ 3 ചാക്ക് ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ 3 ചാക്കിലാണ്, സിമന്റിയാക്കിലാണ്. അരിച്ചാക്കിലോ സിമന്റിയാക്കിലോ അല്ലെങ്കിൽ നമുക്ക് കവറിൽ നല്ല കട്ടിയുള്ള കവറിലോ നടാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നമുക്കൊരു 2-3 കിലോ ഇഞ്ചി നമ്മുടെ ഒരു ചാക്കിന് ഒരു 3 കിലോയിൽ കുറയാതെ നമുക്ക് ഇഞ്ചി കിട്ടും. അതുപോലെ നമുക്ക് ഇതിന് കുറച്ച് വളങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ഇത് കിളുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പുറത്ത് പോയി മേടിക്കേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് ഇഞ്ചി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാ പ്രാവശ്യം ഇത് തന്നെ പറയാറുണ്ട്, ആരും കമൻറ്റ് ഇടാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ലൈക്കും ചെയ്യില്ല, കമൻറ്റും ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.